ഗണഗീതാലാപന വിവാദത്തിൽ വിശദീകരണവുമായി എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ. കുട്ടികൾ പാടിയതിൽ എവിടെയാണ് ദേശവിരുദ്ധമായ വാക്കുകൾ ഉള്ളതെന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. RSS ശാഖകളിൽ ഗാനം പാടുന്നതുകൊണ്ട് കുട്ടികൾ പാടാൻ പാടില്ല എന്നുണ്ടോ എന്നും സ്കൂളിനെതിരെ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയക്കില്ല എന്നും പ്രിൻസിപ്പൽ ഡിൻഡോ KP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഏതോ ഒരു മീഡിയ, ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം, അവര് കുട്ടികളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേമാതരം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു, വന്ദേമാതരം വെറും മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനം ഒന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രമേ. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇത് രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ്: പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്? ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. ഇത് എല്ലാം കൂടെ കൂടിച്ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം. രാഗിൻ വിവരങ്ങളുമായി നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിൻ, ആ കുട്ടികളുടെ പാട്ട് ഗണഗീതം പാടിയത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്, വിവാദമാകുന്നുണ്ട്. റെയിൽവേ ആദ്യം പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടി പോസ്റ്റ് ചെയ്യുന്നു. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. അപ്പോൾ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ അന്വേഷണത്തോട് എന്താണ് മറുപടി സ്കൂളിന്റെ? സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ദേശഭക്തി ഗാനമാണ് കുട്ടികൾ പാടിയത്, അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്ത് നടപടിയാണ് മന്ത്രിയുടേത് എന്നതാണ് അവർ ചോദിക്കുന്നത്. മന്ത്രിയുടെ ഈ പ്രസ്താവനയെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഈ അന്വേഷണത്തെ അപലപിക്കുന്നു എന്നതാണ് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് തങ്ങൾ ഭയപ്പെടില്ല എന്ന കാര്യവും സ്കൂൾ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നു. അതായത് ഈ സംഭവം വിവാദമായതിനു ശേഷം ദക്ഷിണ റെയിൽവേ ഇന്നലെ അത് നീക്കം ചെയ്തിരുന്നു, ആ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് ചോദിച്ച് തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി അറിയിച്ചു എന്നതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ റീപോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ആ പാട്ട് അല്ലെങ്കിൽ ആ ഗണഗീതം അത് ചൊല്ലിയതിൽ ഒരു തരത്തിലുള്ള തെറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് ദേശഭക്തി ഗാനമാണ്. ആ ദേശഭക്തി ഗാനം പാടുന്നതിൽ ഒരു തകരാറോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുമില്ല എന്നതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ദേശഭക്തി ഗാനം പാടേണ്ടതാണ് എന്നതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതിൽ ദേശവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ ഇല്ല എന്ന് അവർ സൂചിപ്പിക്കുന്നു. അവരുടെ വെർഷനാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ RSS ഗണഗീതം ഈ വന്ദേ ഭാരതിൽ പാടിയത് വലിയ വിവാദമായി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൽ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്കൂളിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് അതിൽ ദേശഭക്തി ഗാനമാണ്, അത് ദേശഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദേശഭക്തി ഗാനം RSS ശാഖകളിൽ ചൊല്ലുന്നത് കൊണ്ട് അത് ചൊല്ലാൻ പാടില്ല എന്നെങ്ങനെ പറയാൻ കഴിയും എന്നതാണ് സ്കൂൾ അധികൃതർ ചോദിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. ആ സൈബർ ആക്രമണം നേരിടുന്നതിനെതിരെ തങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് എന്നതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കുട്ടികൾ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ അതിൽ നടപടി വേണ്ടേ എന്ന ചോദ്യമാണ് പ്രിൻസിപ്പൽ ചോദിക്കുന്നത്. പ്രിൻസിപ്പൽ KP ഡിൻഡോയുമായി നമ്മൾ ഫോണിലും സംസാരിച്ചിരുന്നു. എന്തായാലും ഇതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ വിശദീകരണവുമായി വന്നിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവരങ്ങൾ നൽകിയത്.